everyone. എന്റെ പേര് എന്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ്. ഞാൻ നാട്ടിലെ മലപ്പുറത്താണ് എന്റെ വീട് വരുന്നത്. ഇപ്പൊ നിലവില് മസ്കറ്റിലാണ്, ഒമാനിലാണ്. അവിടെ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാമിലെ 12th ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആണ് ഞാൻ. പിന്നെ വിംബിൾഡൺ അക്കാഡമിയുടെ കീഴിൽ നടക്കുന്ന ഈ ട്രെയിനർ സ്റ്റോക്കിലാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പൊ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ സ്റ്റുഡൻസ് ആണ് ഈ ഒരു ട്രെയിനിങ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോ ട്രെയിനിങ്ങിന്റെ സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കോർപ്പറേറ്റ് ഫീൽഡിലാകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. കോർപ്പറേറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു നള്ളായിട്ടുള്ള ഒരു റോ എംപ്ലോയിനെ ഒരു ബെസ്റ്റ് എംപ്ലോയി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് കോർപ്പറേറ്റ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ കോർപ്പറേറ്റ് ട്രെയിനിങ് എന്ന് വെച്ചാൽ അതിൽ തന്നെ പല സെറ്റ് വരുന്നുണ്ട്. നമ്മൾ ഒരു എംപ്ലോയി ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുമ്പോൾ ഇൻഡക്ഷൻ ഓറിയന്റേഷൻ തൊട്ട് ഓരോരോ സ്കിൽ സെറ്റും അവരെ കൺവിൻസ് ചെയ്ത് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും ആ ട്രെയിനിങ് അവേഴ്സും ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്ത് തീർക്കുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ് എന്ന് പറയുന്ന ഇതിനെ പറയുന്ന പേരാണ് കോർപ്പറേറ്റ് ട്രെയിനിങ് എന്ന്. ഇതിൽ നമുക്ക് കസ്റ്റമർ സർവീസ് ട്രെയിനിങ് വരുന്നുണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ നീണ്ട നീണ്ട സാധ്യതകളാണ് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ വരുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ഒരു സ്കോപ്പ് നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരുന്നുണ്ട്. നമുക്ക് ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അത് നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ട്രെയിനേഴ്സിനെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. 10th ഒക്കെ എക്സാം ഒക്കെ പങ്കെടുക്കുന്ന സമയമാകുമ്പോൾ അവര് വരും, അവര് നമുക്ക് തന്നിട്ട് ഒരുപാട് ഊർജം തരും. അതുപോലെ തന്നെ ഓരോ തരം നമ്മുടെ സ്കൂളിന്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ പലതരം ട്രെയിനേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ പലരും പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു ടെക്നിക്കൽ ട്രെയിനേഴ്സ് വരുന്നുണ്ട്. ഓരോ ടെക്നിക്കൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽ സെറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്ന ട്രെയിനേഴ്സ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ സ്പോർട്സിൽ വരുന്ന ഫിറ്റ്നസ് ട്രെയിനേഴ്സ്, ഡയറ്റ് ട്രെയിനേഴ്സ്, അവരൊക്കെ അവരുടെ ഫീൽഡിലെ ബെസ്റ്റ് ആയിരിക്കും. ദെൻ പേഴ്സണൽ ഡെവലപ്മെന്റിൽ വരുന്ന ട്രെയിനേഴ്സ് വരുന്നുണ്ട്. അവരെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടൈം മാനേജ്മെന്റ്, ഗോൾ സെറ്റിംഗ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് തരുന്ന ട്രെയിനേഴ്സ് ആണ്. ഇപ്പൊ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വേൾഡിൽ അതിന്റെ സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ആകാശം കണക്കെ വലുതാണ് അവരുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൽ എക്സൽ ആവാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ ദ ബെസ്റ്റ്, നമ്മളിപ്പോ പറയില്ല, നമ്മൾ ഫിലിം സ്റ്റാർസ് ഒക്കെ നമ്മൾ പറയും നമുക്ക് മോഹൻലാലിനെ അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്നൊക്കെ. നമ്മളുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒട്ടനേകം നടന്മാരുണ്ട്, ഒട്ടനേകം ആക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ട്രെയിനേഴ്സും പലതരം ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ദ ബെസ്റ്റ് ആയിരിക്കണം. വാട്ട് എവർ വി ആർ ഡൂയിങ്, ആ ചെയ്യുന്ന സംഭവത്തിലെ ഏറ്റവും ബെസ്റ്റ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ ബെസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു 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 പക്ക ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മളെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അക്കാഡമിയാണ് നമ്മുടെ വിംബിൾ അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോ എനിക്കറിയാം ഈ ഇരിക്കുന്ന ഓരോരുത്തരും അതിന്റെ ഒരു ബെസ്റ്റ് കസ്റ്റമേഴ്സ്, ബെസ്റ്റ് പാർട്ടായിരിക്കും എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മള് ട്രെയിനിങ്ങിന്റെ എനിക്ക് എപ്പോഴാണ് ട്രെയിനിങ്ങിലോട്ട് ഞാൻ ഒന്ന് ട്രെയിനിങ് ആയി കൊള്ളാം, ഒരു നല്ലൊരു ട്രെയിനർ ആയ കൊള്ളാം എന്ന് എനിക്ക് തോന്നിച്ചാല് നമ്മൾ 10th സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന, നേരത്തെ പറഞ്ഞ അതേ സെയിം സംഭവം തന്നെ, പഠിക്കുന്ന സമയത്ത് ഓരോ ട്രെയിനേഴ്സ് ഒക്കെ വന്നിട്ട് അവര് നമ്മളെ എംപത്തറ്റിക്കലി അവരുടെ വേൾഡിലോട്ട് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് അവർ എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് മറ്റൊരാളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കിയത്. അന്നാണ് എനിക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനർ എന്ന് പറയുന്ന ഒരു ഫീൽഡിലോട്ട് വരണം, അതിന്റെ ഒരു ഭാഗമാവണം എന്നുള്ളത്. പിന്നെ നമ്മളുടെ ലാസ്റ്റ് ഞാൻ HR വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മള് പുതിയ ജോയിനീസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പോ ഈ ട്രെയിനിങ്ങിന് മുന്നേ അത് കൊടുത്തിരുന്നതും ട്രെയിനിങ് ഇപ്പൊ ഞാനൊരു 5 ക്ലാസ് ജസ്റ്റ് കവർ ചെയ്തിട്ടുള്ളൂ. ഈ ട്രെയിനിങ് കഴിഞ്ഞ ഈ ഒരു പീരീഡിൽ കൊടുക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ലാസ്റ്റ് തന്നെ ഞാൻ ആ ട്രെയിനിങ് ഇൻഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇവര് എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്. ഈ ഒരു നമ്മുടെ ഈ ടാർഗറ്റ് പോയിന്റിൽ എന്ന് പറയപ്പെടുന്ന കാൻഡിഡേറ്റ് ട്രെയിനർ, നമ്മുടെ വരുന്ന എല്ലാ കാൻഡിഡേറ്റും പുതിയ കാൻഡിഡേറ്റ്സ് ആണ്. അപ്പൊ അവിടെ ഒരു 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 ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ നമ്മൾ ഒരു ആക്ടിവിറ്റി അവർക്ക് ഫസ്റ്റ് കൊടുത്തു. എന്നിട്ട് അവര് ആ ആക്ടിവിറ്റി കഴിയുന്നതോടുകൂടി അവരെല്ലാവരും പരസ്പരം അറിയുന്ന ആളുകളായി. അതിനുശേഷം നമ്മൾ ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ കൊടുത്തപ്പോൾ അത് നല്ല ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു തോട്ട് എനിക്ക് വന്നിട്ടുള്ളത് നമ്മൾ വിംബിൾഡൺ അക്കാഡമി ത്രൂ ആണ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ പോലെ ഇൻഡക്ഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ വളരെ വ്യക്തമായിട്ട് ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞ് അവരെ മനസ്സിലാക്കി അങ്ങനെ കൺവേ ചെയ്ത് അത് ക്ലിയർ ആക്കുമായിരുന്നു.
അപ്പൊ ആ ഒരു ബെനിഫിറ്റ് എനിക്ക് ഞാൻ അതിന്റെ ഫ്രൂട്ട് കഴിച്ചു തുടങ്ങി. ഓക്കെ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ ഫ്രൂട്ട് കഴിച്ചിട്ട് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഷുവർ ആണ്. പിന്നെ നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്നത് മാഡത്തിന്റെ പേര് വരുന്നത് അഫ്ന പേ എന്ന് പറയുന്ന മാഡത്തിന്റെ പേര്. കുട്ടികളുടെ സ്ക്രീൻ ടൈം എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് മാഡത്തിന്റെ ടോക്ക് വരുന്നത്. നമ്മളെല്ലാവരും നമ്മൾക്ക് മക്കളുള്ള ആളുകൾ ഉണ്ടാവും, സഹോദരികൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ മക്കളുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വളരെ കറന്റ്ലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയപ്പെടുന്നത്. കാരണം നമ്മളിപ്പോ വീട്ടിലൊക്കെ കാണുന്നത്, ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മക്കൾ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ കൊടുക്കും. അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും വീട്ടുകാർക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ മൊബൈൽ കൊടുത്ത് അവരെ ഇങ്ങനെ ശീലാക്കും. ഇത് നമ്മള് ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവരും ഓക്കെയാണ്, നമ്മളും ഓക്കെയാണ്. പക്ഷേ ഒരു മൊമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ, ഈ ഫുഡ് എന്ന് പറയുന്ന ട്രിഗർ വരണമെങ്കിൽ ഇത് കാണണം, ഇത് കണ്ടു കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വരും. അപ്പൊ നമ്മൾ ഇതിന് ചികിത്സിക്കാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒന്നുകിൽ നമ്മൾ ചെയ്യാൻ മൊത്തത്തിൽ അങ്ങ് നിർത്തും. അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പൊ അതിനെ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ അഫ്ന മാം തരുന്നതായിരിക്കും. ഞാൻ നെക്സ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാസ്റ്റർ ട്രെയിനർ ഫൈസൽ സാറിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. Thank you, Mustafa sir. It was a nice and wonderful introduction. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു മുസ്തഫ സാർ നൽകിയത്. സന്തോഷം അറിയിക്കുന്നു. സോ നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. 21th സെഷനാണ് നമ്മൾ ട്രെയിനേഴ്സ് ടോക്കിന്റെ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. സോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ 7th ബാച്ചിൽ നിന്നുള്ള അഫ്ന മാം ആണ്. സോ ടോപ്പിക് ഒക്കെ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മാം ഇവിടെ വന്നിട്ടുള്ളത്. സോ മാം, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ ട്രെയിനിങ് എടുക്കുക. സോ താങ്ക് യു സോ മച്ച്. സോ ഓവർ ടു യു അഫ്ന മാം, പ്ലീസ്. Thank you, Vaishal sir. Hi everyone. Good evening all. Thank you, Mustafa sir. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് തന്നത്. ടോപ്പിക്കിനെ കുറിച്ചും ഇതിലൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. താങ്ക് യു സർ. പിന്നെ എന്നെ ഇതിൽ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കണില്ല. എൻ്റെ പേര് അഫ്നയാണ്. ഞാൻ മഞ്ചേരി മലപ്പുറത്താണ്. അപ്പൊ നേരത്തെ മുസ്തഫ സർ മലപ്പുറത്താണെന്ന് പറഞ്ഞു. പിന്നെ ഇതില് ആർക്കും എന്നെ അധികം അറിയുന്നുണ്ടാവില്ല. ഞാൻ 7th ബാച്ചിലുള്ള ആളായിരുന്നു. പിന്നെ ഓക്കെ, ഞാൻ ഹെൽത്ത് വൈസ് കുറച്ചൊരു വീക്കാണ്, ഓക്കെ അല്ല, എന്നാലും എന്നെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും എന്തായാലും. അപ്പൊ ഓക്കെ, പിന്നെ നമുക്കിതൊരു ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 hour ഒന്നും എന്തായാലും മതിയാവില്ല. അത്രയും എന്താ പറയാ, വൈഡായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. പാരന്റിങ് എന്ന് പറഞ്ഞാൽ തന്നെ വൈഡ് ആയിട്ടുള്ളതാണ്. അതിലൊരു മെയിൻ ടോപ്പിക്കാണ് ഇന്നിപ്പോ ഞാൻ ഇവിടെ സംസാരിക്കാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നതും. അപ്പൊ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അതായത് ഇന്നിപ്പോ നമുക്ക് മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ മൊബൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കതില്ലാതെ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ഇനി വരുന്ന കാലഘട്ടത്തിൽ എന്തായിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ അതുപോലെ പോകുന്നത് പോലെ തന്നെ നമ്മുടെ മക്കൾ അതിലേറെ ഉപയോഗിച്ച് വരുന്ന ഒരു ഉപകരണമാണ് ഈ ഡിജിറ്റൽ ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ എഫക്റ്റുകളും കാര്യങ്ങളും ഇനി എത്രത്തോളാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ബോധവാന്മാരാവേണ്ടതാണ്. അപ്പോ ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഞങ്ങളൊക്കെ ഫാമിലിയിൽ ഈദും അതുപോലെ എന്തെങ്കിലും ഈദ് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടാനാണ് പതിവ്. ഒരു വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് കൂടും. സാധാരണയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈദിന് നമ്മൾ കൂടുമ്പോൾ അവിടെ നല്ല ബഹളമായിരിക്കും. അതായത് പല സമപ്രായക്കാരും അവിടെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും കുട്ടികളുടെ ബഹളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു ഇതാണ്. ഒരു ഈദായാലും ഫങ്ഷൻസ് ആയിട്ടുണ്ടെങ്കിലും കുട്ടികളാണ് അവിടെ നിറഞ്ഞു നിൽക്കുക. അവരുടെ കളികളും ചിരികളും സംസാരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ഇതായിരിക്കും നമുക്കൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുക. പക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ഈദിന് ഞങ്ങൾ കൂടുന്ന ടൈമില് കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു സ്ക്രീനിന്റെ മുന്നിലാണ്. കുട്ടികളെ നമ്മൾ എവിടെയും അന്വേഷിച്ചു പോകണ്ട. ഇപ്പൊ നമ്മൾ എന്റെ പറയും, കുട്ടികളെ എവിടെയും കാണാല്ലെങ്കിൽ അവിടെ നോക്കിയാൽ മതി, ഒരു മൊബൈലിന്റെ മുന്നിൽ ഉണ്ടാവും. സംഭവം ശരിയാണ്. കുട്ടികള് എല്ലാവരും ഒരു സ്ക്രീനിന്റെ മുന്നിൽ ഒതുങ്ങി കൂടി കഴിഞ്ഞിരിക്കണേ. ഇന്നത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സ്ക്രീനിന് മുന്നിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് കളിയില്ല, ചിരിയില്ല, അവിടെ ആരൊക്കെ വന്നു, അവിടെ എന്തൊക്കെയാ നടക്കുന്നത്, ഒന്നുമില്ല, ആഘോഷങ്ങളില്ല, ഒന്നുമില്ല. അത് ഈദായിക്കോട്ടെ, വല്ല മാരേജ് ആയിക്കോട്ടെ, കല്യാണങ്ങളിലൊക്കെ പോയാൽ ഇതിന് അവസ്ഥ. കുട്ടികളുടെ കയ്യിലൊക്കെ ഫോണാ, അവർക്കൊന്നും കളിയില്ല, അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല, വെറും ഈ ഒരു സ്ക്രീൻ മാത്രം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് കരുതും ഇതൊക്കെ ഒരു, ഇപ്പൊ നമുക്ക് അതൊരു കൗതുകമായിട്ടും അല്ലെങ്കിൽ ഒരു രസമായിട്ടൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ രസകരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലിരുന്നാലും ഈ ഒരു സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ട് അത് അധികമായാല്, അതിന്റെ ഉപയോഗം അധികമായി കഴിഞ്ഞാലുള്ള അതിന്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരും. നമുക്ക് ഒരിക്കലും എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് തന്നെ കഴിയത്തുള്ളൂ. അപ്പോൾ സ്ക്രീൻ ടൈമിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, എന്താണ് ആദ്യം സ്ക്രീൻ ടൈം എന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രീനുകൾ എന്തൊക്കെയാണ് ആർക്കെങ്കിലും പറയാട്ടോ, ഞാൻ മാത്രം ഇങ്ങനെ സംസാരിക്കണ്ട. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രീനുകൾ പലതും ഉണ്ട് അല്ലെ. മൊബൈൽ ഉണ്ട്, TV ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, പിന്നെ ടാബ് ഉണ്ട്, പിന്നെ ഗെയിം കൺസോൾസ് ഉണ്ട്. അങ്ങനെ പലതരം സ്ക്രീനുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സമയം ചെലവഴിക്കുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് അല്ലെ. സ്ക്രീൻ ടൈം എല്ലാവർക്കും വ്യത്യസ്തമാണ്. ഇപ്പോ 2016 അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും അതുപോലെ തന്നെ 2019 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പുറത്തിറക്കിയൊരു മാർഗനിർദ്ദേശങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും അറിയില്ല. ആ ഒരു മാർഗനിർദ്ദേശ പ്രകാരം നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ അത് റെക്കമെൻഡ് ചെയ്യേണ്ടത്, ഈ ഒരു സ്ക്രീൻ ടൈം നമ്മൾ എങ്ങനെയൊക്കെയാണ് അവർക്ക് പ്രോപ്പറാക്കി കൊടുക്കേണ്ടതെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. അത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഭാവിയിൽ കുട്ടികളെ കൊണ്ട് ഒരു തലമുറ നമ്മൾ തന്നെയാണ് ഇല്ലാതാക്കി വരുന്നത്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ സ്ക്രീൻ ടൈം ഈ അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇറക്കിയ ആ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അണ്ടർ 2 years ഓൾഡ് സ്ക്രീൻ ടൈം ആണ്. ഓരോ പ്രായക്കാർക്ക് എത്ര വരെയാണ് നമുക്ക് സ്ക്രീൻ ടൈം അനുവദിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ അണ്ടർ 2 years ഓൾഡിന് അവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 മിനിറ്റ്സ്, അതായത് അവർക്ക് സ്ക്രീൻ ടൈം ഇല്ല. അവർക്ക് നമുക്ക് സ്ക്രീൻ ടൈം കൊടുക്കാനേ പാടില്ല. അതായത് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു കാരണവശാലും സ്ക്രീൻ കാണിച്ചു കൊടുക്കാനേ പാടില്ല. അവർക്ക് അതിന്റെ ആ ഒരു ആവശ്യവും ഇല്ല, അത് നമ്മൾ ഒരിക്കലും കാണിച്ചു കൊടുക്കാനും പാടില്ല. അഥവാ നമുക്ക് അത്യാവശ്യമെങ്കിൽ ഇനി പാരന്റ്സോ ആരെങ്കിലൊക്കെ വീഡിയോ ചാറ്റിങ്ങോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നതാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കുട്ടികൾക്ക് സ്ക്രീൻ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 2 to 5 years ഓൾഡ് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് നമുക്ക് അനുവദിച്ച് കൊടുക്കാം. എങ്ങനെ? 1 മണിക്കൂർ മാത്രം, ഡെയിലി ഒരു 60 മിനിറ്റ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവർക്ക് നമ്മൾ അനുവദിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അത് തന്നെ എങ്ങനെ കൊടുക്കേണ്ടത്, നമ്മൾ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ മറ്റു ഗ്രാൻഡ് പാരന്റ്സിന്റെയോ ഒക്കെ ഒരു സൂപ്പർവിഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവർക്ക് സ്ക്രീൻ ടൈം അനുവദിക്കാൻ പാടുള്ളൂ. അവർക്ക് ഒരു മണിക്കൂർ നമ്മൾ ഡെയിലി നമുക്ക് അവർക്ക് അനുവദിച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ അവർക്ക് എന്താണോ കാണുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ബോധവാന്മാരാക്കണം. അവരെന്താണ് കാണുന്നത്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശം, അല്ലെങ്കിൽ അത് കാണുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ആ കുട്ടികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മൾ 1 മണിക്കൂർ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാന്നും കൂടിയും അവർ എന്താണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ 5 വയസ്സ് മുതൽ 70 years വരെ, അത് 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് 2 മണിക്കൂറാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അവർക്ക് നമുക്ക് കൊടുക്കാം, 2 മണിക്കൂർ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തിനാ വേണ്ടിയിട്ടാണ്, അവർക്ക് ഹോംവർക്കോ അല്ലെങ്കിൽ അവർ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കണമെങ്കിൽ വെറും സ്കൂളിൽ മാത്രം പോയിട്ട് കാര്യമില്ല, നമുക്ക് പുറത്തുനിന്നുള്ള ഇതുമായിട്ടും ഈ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ നമുക്ക് ഇന്നത്തെ പഠനം മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പൊ നമുക്ക് അവർക്ക് അനുവദിച്ച് കൊടുക്കാം 2 മണിക്കൂർ മാത്രം. അല്ലാതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് സ്ക്രീൻ അനുവദിച്ച് കൊടുക്കാൻ പാടില്ല. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിയന്ത്രണം കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ സ്ക്രീൻ ടൈമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.
പിന്നെ ഈ സ്ക്രീൻ ടൈം അധികം ഉപയോഗിക്കുന്നത് കൊണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന എഫക്റ്റുകൾ പറയുന്നത് ചെറിയ കാര്യങ്ങളൊന്നല്ല. അത് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ എഫക്റ്റ് കൊണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എത്രത്തോളം അതിൽ സമയം ചെലവഴിക്കുന്നു അതിനനുസരിച്ചാണ് ഇന്ന് നമ്മൾ വളർന്നു വരുന്ന മക്കളും അത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു ടോപ്പിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് സംസാരിക്കുന്നത്. എന്താ വെച്ചാല് എന്റെ കുട്ടികളിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ സ്ക്രീൻ ടൈം നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഞാൻ ഇതിനോട് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ 2 വർഷത്തിനുള്ളിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ എന്റെ കുട്ടികളെ സ്ക്രീൻ ടൈം നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ നിയന്ത്രിച്ചു കൊണ്ടുവന്നതുള്ള കൂടി ഞാൻ ഇതിലൂടെ പറയാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ കൂടുതൽ എഫക്റ്റുകൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് എഫക്റ്റുകൾ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഈ സ്ക്രീൻ അഡിക്ഷൻ കൊണ്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇന്നത്തെ നേരത്തെ മുസ്തഫ സാർ പറഞ്ഞ പോലെ നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തില് അല്ലെങ്കിൽ തിരക്ക് പിടിച്ച പണിയിലൊക്കെ അച്ഛനമ്മമാർക്ക് ഏറ്റവും ഒരു ഹെൽപ്പായിട്ടുള്ള കാര്യമാണ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമുക്ക് നമ്മുടെ കാര്യം നടക്കണം, കുട്ടികളുടെ ഒരു ശല്യം ഉണ്ടാവാനും പാടില്ല. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളൊരു ഇഞ്ചക്ട് ചെയ്യാണ്, കുട്ടികൾക്ക് അത് കൊടുത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പൊ ഈ ഒരു സ്ക്രീന്, ഫോണ്, TV, കമ്പ്യൂട്ടർ, ഇതൊക്കെ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരെ ഈ ഒരു ഏജിനുള്ളിൽ അവർക്ക് നമ്മൾ ശീലമാക്കി കൊടുക്കുന്ന ഈ ഒരു കാര്യം, അതാണ് അവർക്ക് ശീലമായി അവർക്കൊരു അഡിക്ഷൻ ആയിട്ട് തുടങ്ങും. ഈ ഒരു സ്ക്രീൻ അഡിക്ഷൻ വന്ന് തുടങ്ങിയാൽ അവരിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇത്തരം ഡിജിറ്റൽ ഡിവൈസ്, ഇത്തരം സ്ക്രീനുകൾ, ഇത്തരം ഗാഡ്ജറ്റ്സ് മാത്രം എന്റർടൈൻമെന്റ് ആയിട്ടും സമയം ചെലവഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രത്യേക തരം ഒരു പ്രവണത ഉണ്ട് കുട്ടികളിലായാലും. കുട്ടികളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കുട്ടികളിൽ പ്രത്യേകം തരം ഒരു പ്രവണത കാണും. അത് മാത്രം മതി, അതില്ലാതെ പറ്റില്ല, അതുകൊണ്ടേ കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാക്കി മാറുന്ന ആ ഒരു പ്രവണതയാണ് സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമുക്ക് കേൾക്കുമ്പോൾ അത്ര തന്നെ പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഇത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ലക്ഷണങ്ങളൊക്കെയാണ്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് നിശ്ചിത സമയത്തിനുള്ളിൽ അത് തീർത്ത് തരാൻ കഴിയൂല. ഫോണ് തിരിച്ചു തരാൻ കഴിയൂല. വേറെ ഒരു രീതിയിലായിരിക്കും അവരുടെ റിയാക്ഷൻ. ഒരു ആങ്സൈറ്റി വരും, ഒരു അക്രമാസക്തിയൊക്കെ വരും. നമുക്ക് എന്തെങ്കിലും അത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാരന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആയിക്കോട്ടെ ഒരു അക്രമമായിട്ടായിരിക്കും. ചിലപ്പോൾ മുന്നിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയാം, ഭക്ഷണമൊക്കെ തട്ടിത്തെറിപ്പിക്കുക. അതേപോലെ തന്നെ ഒരു പ്രത്യേക വയലൻസ് ആയിരിക്കും അവരിൽ നിന്ന് നമുക്ക് കാണാൻ പോകുന്നത്. അതേപോലെ കുടുംബങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ അവർ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണം, അല്ലാതെ മറ്റുള്ളവരായിട്ട് ഇടപഴകാതെ മാറിക്കൊണ്ടേയിരിക്കും. അവർക്ക് അതിന് കഴിയില്ല. അവർക്ക് വെറും ഈ ഒരു സ്ക്രീനിന് മുന്നിൽ മാത്രമേ ഇരിക്കാനേ കഴിയുള്ളൂ. മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനോ അവർക്ക് കമ്മ്യൂണിക്കേഷനോ ഒന്നും അവർക്ക് കഴിയില്ല. അവർക്ക് ഈ ഒരു സ്ക്രീൻ ടൈം മാത്രം, ആ ഒരു സ്ക്രീനിൽ മാത്രം അവർ ടൈം ചെലവഴിക്കുള്ളൂ. അതുപോലെ തന്നെ അവരിൽ ഉണ്ടാവുന്ന വേറൊരു മാറ്റാണ് അവര് ഡിപ്രഷനിലോട്ട് പോകും കുട്ടികൾ. ഇപ്പൊ നമ്മൾ അത് പെട്ടെന്ന് അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഡിപ്രഷൻ. അത് നമ്മൾ മനസ്സിലാക്കുക വെച്ചാല് കുട്ടികൾ ഒരു ഒതുങ്ങിക്കൂടിയ ഒരു അവസ്ഥയായിരിക്കും കുട്ടികൾ. ആ ഒതുങ്ങിക്കൂടിയ അവസ്ഥയിൽ കുട്ടികൾ വയലൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇത്തരം കുട്ടികളില് സ്പീച്ച്ലെസ് ആയിരിക്കും. അവർക്ക് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. അവർക്ക് വാക്കുകളൊന്നും ശരിക്കൊന്നും പുറത്തേക്ക് വരില്ല. അങ്ങനെ ആയിരിക്കും അവരുടെ സംസാരം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ്. സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്നുള്ള ഒരു എഫക്റ്റ് നമ്മുടെ മക്കളിലും വന്നിട്ടുണ്ടോ എന്ന് നമ്മളും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർച്വൽ ഓട്ടിസം എന്നാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുണ്ടോ? മുമ്പ് കേട്ടിട്ടുണ്ടോ? ഓക്കെ. വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണുന്നത്, ഇനി വരാൻ പോകുന്നതും ഇനി അധികം കുട്ടികളും കാണാൻ പോകുന്ന ഒരു അസുഖമാണ് വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓട്ടിസം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓട്ടിസം ബാധിച്ച കുറെ കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് ജന്മനായ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഡീബലമായിട്ടുള്ള ഒരു തകരാറ് മൂലം തലച്ചോറിന് ഉണ്ടാകുന്ന എന്താ പറയാ ഒരു അവസ്ഥയാണ്. അതിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ അനുഭവിച്ചേ മതിയാവും. അത് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. ആ ഒരു രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ എന്തായാലും നമുക്ക് കഴിയില്ല. എന്നാൽ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള ഒരു ഓട്ടിസം ആണ്. അതായത് നമ്മളെ മക്കൾക്ക് എന്താ പറയാ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് എന്താ പറയാ ഈ ഒരു വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കാണപ്പെടുന്നത് 4 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ്. ഈ 4 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. കുട്ടികളിൽ പ്രത്യേകിച്ചും അതായത് ഈ 4 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ 4 വയസ്സ് വരെയാണ് ഏതൊരു കുട്ടിന്റെയും ബ്രെയിൻ ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരു നിർണായക ഘട്ടം എന്ന് പറയുന്നത് 4 വയസ്സ് വരെയാണ്. ആ ഒരു 4 വയസ്സിൽ നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, സ്ക്രീനുകളാണ് കൂടുതലും കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലോട്ട് മാറും. കുട്ടികൾക്ക് ആവശ്യത്തിന് സംസാരിക്കാൻ കഴിയില്ല, വാക്കുകളൊന്നും വരൂല. അവര് ആംഗ്യ ഭാഷയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഗ്രസീവായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് വിശപ്പുണ്ടെന്ന് പറയാൻ കഴിയില്ല. വിശപ്പ് അവർക്ക് അറിയില്ല. പക്ഷെ വിശന്നാല് എങ്ങനെ പ്രതികരിക്കേണ്ടെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ കണ്ണിനൊക്കെ അത് എന്താ പറയാ കണ്ണൊക്കെ ഡ്രൈ ആയിട്ട് വരും. കുട്ടികളിൽ കണ്ണൊക്കെ ഡ്രൈ ആയിട്ട് വരും. അതുപോലെ അവർക്ക് നേരത്തെ പറഞ്ഞ സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അവർക്ക് പ്രത്യേക തരം ഒരു വയലൻസ് ആയിരിക്കും. എല്ലാവരും ഒരു അക്രമ രീതിയിലുള്ള ഒരു സ്വഭാവമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അത് നമ്മൾ കരുതും കുട്ടികളല്ല, അവരാ പ്രായത്തിൽ വാശി ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, ചിലപ്പോ അതാകുമെന്ന് നമ്മൾ ചിന്തിക്കും. അവർക്ക് ഫോൺ കിട്ടാതെ എന്തായാലും പറ്റില്ല. ഫോൺ അല്ലെങ്കിൽ ടാബ് ഇത് കിട്ടാതെ വരുമ്പോ അവരിൽ പല മാറ്റങ്ങളും നമ്മൾ കണ്ടു. ഭക്ഷണമൊക്കെ തട്ടിത്തെറിക്കും, ഭക്ഷണം കഴിക്കാതെ വരും. നമ്മള് പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അനുസരിക്കാനുള്ള ഇതൊന്നും അവർക്ക് ഉണ്ടാവില്ല. ചെറിയ കുട്ടികളല്ലേ, ഭയങ്കര വാശിയായിരിക്കും. നമ്മള് എന്ത് തന്നെ അതിപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചാലും അവർക്കും തന്നെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു സംഭവമല്ല. അത് നമ്മൾ കൂടുതലായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളിലൊക്കെ അതുണ്ടോ എന്നൊക്കെ നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. അതിന് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. പക്ഷെ അത് നമ്മൾ എന്താണ് മനസ്സിലാക്കിയെടുക്കണം. നമ്മുടെ കുട്ടികളിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്തായാലും മനസ്സിലാക്കിയെടുക്കണം. അവരെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ സ്ക്രീനുകൾ, അതായത് ചെറിയ കൊച്ചുങ്ങളാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികൾ സ്ക്രീൻ കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ്. അതിൽ സ്ക്രീനിൽ എന്തെങ്കിലും വീഡിയോസ് കാണുമ്പോഴോ അതിലുള്ള പ്രത്യേക നിറങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് എന്താ ഒരു പ്രത്യേക അട്രാക്ഷൻ ആണ് സ്ക്രീനിനോട്. അത് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മൾ സ്ക്രീൻ കാട്ടി കൊടുത്താൽ അവർക്ക് നമുക്ക് മനസ്സിലാവും. കുട്ടികൾക്ക് അതിനോട് കളിക്കും, ചിരിക്കും. അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര ഇതാണ്. കുട്ടികളെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്, കരച്ചില് നിർത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ കുറച്ച് കഴിയുമ്പോ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങുമ്പോ അതിങ്ങനെ കാട്ടി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഫുഡ് അങ്ങനെ കൊടുക്കും. കുട്ടി നല്ലോണം കഴിക്കുന്നുണ്ട്, സ്ക്രീനിക്ക് നോക്കി നല്ലോണം കഴിക്കുന്നുണ്ട്. നമുക്ക് തൃപ്തിയാവും ചെയ്യല്ലോ. കുട്ടികൾ നേരത്തിന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാല് അമ്മമാർക്ക് പറഞ്ഞാൽ ഏറ്റവും തൃപ്തിയുള്ള ഒരു കാര്യമാണ് നേരത്തിന് ഫുഡ് ശരിക്കും കഴിക്കുക എന്നുള്ളത്. അതിനിപ്പോ മൊബൈൽ കാണിച്ചിട്ടിട്ടായാലും വേണ്ടില്ല, എങ്ങനെയായാലും വേണ്ടില്ല, അത് കാണിച്ചിട്ടെടുത്തിട്ടായാലും കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ ഇന്ന് കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ മുസ്തഫ സാർ പറഞ്ഞു, കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ മാത്രമല്ല കുട്ടികൾ വസ്ത്രം ധരിക്കണമെങ്കിലും വേണം. പിന്നെന്താ, കുട്ടികൾ നമ്മൾ എന്തെങ്കിലും കുട്ടികളോട് ആവശ്യപ്പെട്ടാല് അത് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ആദ്യം വേണം, മൊബൈൽ കൊടുക്കണം. കുട്ടികൾ ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ പറയാം, എനിക്കത് തരുമോ, എന്നാ ഞാനത് ചെയ്യാം. ഇപ്പൊ 4 വയസ്സ് എന്റെ മോള് വരെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, എനിക്ക് നിങ്ങൾ മൊബൈൽ തരുമോ, എന്നാ ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കാം. ഞാൻ സ്കൂളത്തെ പാട്ടൊക്കെ ഞാൻ പഠിച്ചോണ്ട് സ്കൂൾക്ക് ടീച്ചർക്ക് എന്തെങ്കിലും വോയിസ് ഒക്കെ ആയിട്ട് വിട്ടുകൊടുക്കാന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഫോൺ തരുമോ എന്നാ ചോദിക്കുക. ഇത് കഴിഞ്ഞ് നിങ്ങൾ ഫോൺ തരുമോ എന്നാ ചോദിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു കുട്ടികള്. അപ്പൊ ഇതൊക്കെ നമ്മളാൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളായിട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ തന്നെ അമ്മമാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കരഞ്ഞാല് പാല് കൊടുത്തിട്ട് ഉറക്കിയിട്ട് ജോലിയൊക്കെ ചെയ്തിരുന്നത്. ആ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ കുട്ടി ഉണരും, വീണ്ടും എടുക്കും, കുട്ടിയുടെ കരച്ചില് മാറ്റും, അല്ലെങ്കിൽ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുകൊടുക്കും. അങ്ങനെ കരച്ചിലൊക്കെ മാറ്റിയിട്ടായിരിക്കും ജോലി ചെയ്യുക. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ടാവും, പല തിരക്കുകളാവും. കുട്ടികൾക്ക് എന്താ ഫോൺ എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മളെ പണികൾക്കും
ഇനിയിപ്പോ 3 മണിക്കൂർ 4 മണിക്കൂറായാലും വേണ്ടില്ല, കുട്ടികൾ അടങ്ങി ഇരിക്കണ്ടെങ്കിൽ അത്രയും സമാധാനമായിരിക്കാം നമ്മളെ അമ്മമാർക്ക് തന്നെയാണ്. കുട്ടികൾ അടങ്ങി ഇരിക്കുന്നുണ്ട് അറിയും. കുട്ടികള് എന്താ ഒരു ബഹളവും ഇല്ലാതെ ഇരിക്കണ്ട്, ഒരു ശല്യവും ഇല്ല. അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീന് മാത്രം അവരുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്യണത്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മളാൽ ശീലിപ്പിക്കുന്ന ഒരു എന്താ പറയാ, നമ്മളാൽ ശീലിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മൾ അവർക്ക് ശീലിപ്പിച്ച് അവർക്ക് ശീലമായി മാറി, പിന്നെ അത് അവർക്ക് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുകയാണ്. ഇപ്പൊ നമുക്ക് അറിയാം, നമുക്ക് പല പ്രശ്നങ്ങൾക്കും ഒരു എന്താ പറയാ സൊല്യൂഷൻ ആണ് ഇപ്പൊ ഇന്ന് എന്ത് പറയണം, ഈ ഒരു മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ഇവിടെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് ഈ മൊബൈൽ ഫോണുകളാണെങ്കിൽ തന്നെ ഏറ്റവും ഉപദ്രവം തരുന്നതും ഈ മൊബൈൽ ഫോണുകൾ തന്നെയാണ്. മൊബൈൽ ഫോൺ സ്ക്രീനുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് തന്നെയാണ് ഉപദ്രവങ്ങളും ഉണ്ടാകുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ ആപത്തുകളിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറ്റും, ആപത്തിലൊന്നും പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കുട്ടികളില്. അതേപോലെ ലോക്ക്ഡൌണിന് ശേഷമാണല്ലേ നമുക്കറിയാം, ലോക്ക്ഡൌണിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ ലോക്ക്ഡൌണിന് ശേഷമാണ്. നമുക്ക് എല്ലാം ഓൺലൈനായിട്ട് മാറി, എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വർക്കായാലും വിദ്യാഭ്യാസമായാലും ഒക്കെ എന്തായി ഓൺലൈനായിട്ടായി മാറി. അപ്പൊ നമ്മൾ അതിലോട്ട് തന്നെയാണ്. അതേപോലെ നമ്മുടെ മക്കളും എന്തായി അതേപോലെ തന്നെ ആയി. നമ്മളത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാലും പക്ഷെ നമ്മുടെ മക്കളുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അതുപോലെ തന്നെ ഇനി വേറൊരു എഫക്റ്റ്, അത് ഇപ്പൊ 2 എഫക്റ്റുകൾ ഞാൻ പറഞ്ഞു, സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ, അതേപോലെ തന്നെ വെർച്വൽ ഓട്ടിസം. മറ്റു ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ, അതായത് ഈ ഒരു കുട്ടികൾക്ക് എന്താ പറയാ, കണ്ണ് ഞാൻ പറഞ്ഞു, പക്ഷെ കണ്ണിന് എന്തെങ്കിലും കണ്ണ് ഡ്രൈ ആയി വന്നിട്ട് കുട്ടികളുടെ അതിലൊക്കെ ഉണ്ടാവും ഓരോ നാഡികളൊക്കെ, അതൊക്കെ തകരാറിലായി വരികയാണ്. കണ്ണിന്റെ ഉള്ളിലുള്ള നാടുകളൊക്കെ തകരാറുണ്ട്, അതൊരു കാഴ്ച പ്രശ്നം വരുന്നുണ്ട്, ഒരു മങ്ങിയ പോലെ അവസ്ഥയിലാവുന്നുണ്ട്. ചെറിയ കുട്ടികളിൽ തന്നെ ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും കാണുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ വെർച്വൽ ഓട്ടിസം ആയാലും നമ്മളിത് ശരിക്കും കാണുന്നത് എപ്പോഴാ അറിയാം, 4 വയസ്സിൽ നമ്മൾ സ്കൂളിലോട്ട് ചേർത്താനൊക്കെ നോക്കുമ്പോഴായിരിക്കും ഇതൊക്കെ മനസ്സിലാവുക. അതായത് കുട്ടി ഒന്നും സംസാരിക്കൂല, ഒന്നും സംസാരിക്കാത്ത കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ, സ്കൂളിൽ ചേർത്താക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെ ശരിക്കും തിരിച്ചറിയാം. ഇപ്പൊ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടു, ഒരു ഇൻഫ്ലുവൻസർ ആണ്, അദ്ദേഹത്തിന്റെ കുട്ടി, അതായത് 4 വയസ്സായ കുട്ടിക്ക് വെർച്വൽ ഓട്ടിസം വന്നിട്ട് അയാള് റീൽ ചെയ്യാണ്. എല്ലാവർക്കും ഇതൊരു എന്താ പറയാ ബോധവാന്മാരാവട്ടെ എന്നുള്ള രീതിയിൽ അയാൾ എന്താ പറയാ ആ കുട്ടിയെ വെച്ച് തന്നെ റീല് ചെയ്തുകൊണ്ട് വിടുകയാണ്. അതായത് ആ കുട്ടിക്ക് അവർ നല്ല തിരക്കുള്ള ആളുകളാണ്, വൈഫും അദ്ദേഹം നല്ല തിരക്ക് പിടിച്ച ആളുകളാണ്. അവര് ജോലി സമയത്ത് എന്തായിട്ടും ഈ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ സ്ക്രീൻ ആയിട്ടുള്ള ഫോൺ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുത്ത് കുട്ടിക്ക് സംസാരിക്കാനുള്ളതൊന്നുമില്ല. കുട്ടി അവരോട് സംസാരിക്കില്ല. അവർക്കാണെങ്കിൽ കുട്ടികളോട് സംസാരിക്കാൻ ഒട്ടും നേരമില്ല. നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോഴാണല്ലോ കുട്ടികളും തിരിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഈ ഒരു സ്ക്രീനിൽ മാത്രമായി കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോട് നമ്മൾ സംസാരിക്കില്ല, കുട്ടികൾ തിരിച്ചും സംസാരിക്കില്ല. അപ്പൊ എന്താ പറയാ കുട്ടികൾക്ക് ഈ ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി അഡ്മിഷന് വേണ്ടിയിട്ട് ചെന്നപ്പം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിപ്പിക്കുമല്ലോ, കുട്ടി ഒന്നും സംസാരിക്കണില്ല. കുട്ടി ആ ഒരു ഏജിൽ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ആ കുട്ടി ചെയ്യുന്നില്ല. ആ കുട്ടിക്ക് വെറും എന്താ പറയാ ആ ഒരു അഡ്മിഷൻ ടൈമിൽ തന്നെ ആ ഒരു പാരന്റിന്റെ അടുത്ത് നിന്ന് തന്നെ കുട്ടി ഒരു പ്രത്യേക രീതിയിൽ ഒരു വയലൻസും ഒരു പ്രത്യേക ഒരു ഇതൊക്കെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാ പറഞ്ഞത്. അപ്പൊ ആ വെർച്വൽ ഓട്ടിസത്തിന്റെ ലക്ഷണമാണെന്ന് അത് അദ്ദേഹം ഡോക്ടറെ അടുത്തൊക്കെ പോയി കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകും, കുട്ടികളെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇതിന്റെ എന്താ പറയാ കുട്ടികളെ പീഡിയാട്രിക് കൗൺസിലിംഗ് ഉണ്ടല്ലോ, അതിൻ്റെതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അതിലൊക്കെ ചെന്നപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അവര് പറയണം, നിങ്ങൾ ഒരു കാരണവശാലും കുട്ടികൾക്ക് സ്ക്രീൻ ടൈം അനുവദിക്കുകയും ചെയ്യരുത്, 4 വയസ്സിൽ വരെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം അനുവദിക്കുകയും ചെയ്യരുത്. അപ്പൊ അദ്ദേഹം അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് നമ്മളോട് ഷെയർ ചെയ്തത്. അപ്പോ ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പം ഇതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ എന്റെ ഫാമിലിയുള്ള ഒരു കാര്യം തന്നെയാണ്. ചെറിയ കുട്ടിയാണ്, 3 വയസ്സായ ഒരു കുട്ടിയാണ്. ആ കുട്ടി അധികം സംസാരിക്കൊന്നുമില്ല. ആ കുട്ടി സംസാരിക്കില്ല, പക്ഷെ കുട്ടിക്ക് എന്താ പറയാ മൊബൈൽ ഇല്ലാതെ പറ്റില്ല. ആ കുട്ടി മൊബൈലും കൊണ്ടാണ് കിടന്നുറങ്ങുക.
എണീക്കുന്നത് മൊബൈൽ കൊണ്ടാണ്. ആ കുട്ടി ചെറുതാകുമ്പോ തന്നെ ബെഡിൽ കിടക്കുന്ന പ്രായത്തിൽ തന്നെ അമ്മ എന്ത് ചെയ്യും, ഫോണ് കാട്ടി കൊടുക്കും. കുട്ടി ഭയങ്കര കരച്ചിലാണ്, രാത്രിയൊക്കെ കരച്ചില. അപ്പൊ കുട്ടിക്ക് സ്ക്രീൻ കാട്ടി കൊടുക്കും, വീഡിയോ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ കുട്ടി ഇങ്ങനെ കരച്ചിൽ നിർത്തും. അങ്ങനെ അങ്ങനെ കാട്ടി കൊടുത്ത് ശീലമായി തുടങ്ങിയതാണ്. പിന്നെ കുട്ടി ഫുഡ് കഴിക്കാതെ വരുമ്പോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുത്തു തുടങ്ങി. ഇപ്പൊ ആ ഫോണ് കുട്ടീന്റെ കയ്യിൽ മാത്രമാണ്. ആ കുട്ടി അത് കണ്ടിട്ടാണ് എപ്പോഴാണോ കുട്ടി ഉറങ്ങുന്നത് അപ്പോഴാണ് ആ ഫോൺ അവിടെ വെക്കുക. അല്ലാതെ ആ കുട്ടിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും അത് വാങ്ങി വെക്കാനും കഴിയണില്ല. അത് എനിക്ക് സങ്കടകരമായിട്ടൊരു കാര്യമാണ്. ഒരു ചെറിയ കുട്ടീന്റെ നിന്ന് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയണില്ല അത്. ആ കുട്ടി അത് കൊണ്ട് കിടന്നുറങ്ങുക. ആ കുട്ടി ഭയങ്കര വാശി, ദേഷ്യം. ഫോണൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കാട്ടുക, ഭക്ഷണമൊക്കെ തട്ടി തെറിപ്പിക്കുക. വെറും 3 വയസ്സായ ഒരു കുട്ടിയാണത്. ഭക്ഷണമൊക്കെ തട്ടി തെറിപ്പിക്കുക. പിന്നെ മുതിർന്ന കുട്ടികളൊക്കെ, ആ കുട്ടീന്റെ മുതിർന്ന കുട്ടികളൊക്കെ ആക്രമിക്കുക. എന്തൊക്കെയാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് തന്നെ കാണാം. കുട്ടി ആ ഒരു 3 വയസ്സ് കുട്ടി അത്രത്തോളം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ അത്രത്തോളം അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അത്രയും ഒരു അവസ്ഥയിലാണ്. അപ്പൊ നമ്മളൊരു പാരന്റ്സ് തന്നെയാണ് നമ്മൾ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, മൊബൈൽ കൊടുക്കുന്നത്. ഈ ഒരു പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മള് കുട്ടികൾ ഉണ്ടായതിനു ശേഷം മാത്രമുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഗർഭകാല അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യണം, കുട്ടികൾ നമുക്ക് പാരന്റിങ് തുടങ്ങണം എന്നാണ് പറയല്. അപ്പൊ ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചു തുടങ്ങിയപ്പോ അവൾ എന്നോട് പറഞ്ഞത്, അവൾക്ക് പ്രഗ്നൻസി ടൈമില് റെസ്റ്റിലായിരുന്നു, ഫുൾ റെസ്റ്റിലായിരുന്നു. അപ്പൊ നൈറ്റ് ഒന്നും ഉറക്കം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അവള് ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്തിട്ട് ഉറക്കം വരുമ്പോഴാണ് ഉറങ്ങിയിരുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ അധികം രാത്രി അവൾ അങ്ങനെയാണ് ഉറങ്ങിയിരുന്നത് പറഞ്ഞത്. പക്ഷെ അതിനുശേഷമായിരിക്കും ഇപ്പൊ ആ കുട്ടി ജനിച്ച കുട്ടിക്ക് കരച്ചിലുണ്ട്. കുട്ടിക്ക് കരച്ചിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഫോണിന്റെ സ്ക്രീൻ കണ്ടെങ്കിൽ, ആ വീഡിയോസ് കണ്ടെങ്കിൽ, പാട്ട് കേട്ടെങ്കിൽ ആ ഒരു സ്ക്രീൻ കുട്ടിക്ക് വേണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മൊബൈലിന്റെ ഉപയോഗത്തിലാണെങ്കിലും നമ്മൾ ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ നമ്മൾ കുട്ടികൾ കുറച്ചായിട്ട് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരിക്കലും നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കിയിട്ട് ഇതാക്കി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചെറുതാകുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു ആ രീതിയിലായിരിക്കും നമ്മുടെ കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത്. നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി എന്ത് ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഈ ഒരു അമിതമായ ഈ ഒരു സ്ക്രീൻ ടൈം കൊണ്ട് പല ദോഷങ്ങളും നമുക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം. ഇപ്പൊ ഞാൻ എങ്ങനെ നിയന്ത്രിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കൃത്യമായ സമയം അവർക്ക് പതുക്കെ പതുക്കെ, ആദ്യം ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ 2 ദിവസമൊക്കെ ചിലപ്പോ കരച്ചിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ല വാശി പിടിച്ച് കരച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കരച്ചിലല്ലേ, കുറച്ച് കരച്ച് വാശി പിടിച്ചാലും അവർക്കൊന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ കരഞ്ഞോട്ടായിരുന്നു, നല്ലോണം കരഞ്ഞു. അപ്പൊ അവരുടെ വാശിയിൽ അവര് ജയിക്കൂല എന്ന് അവർക്ക് മനസ്സിലായപ്പോ അവർ കുറച്ച് ഒതുങ്ങി. പതുക്കെ പതുക്കെ ഞാൻ എന്ത് ചെയ്തു, സ്ക്രീൻ ടൈം അവർക്ക് കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങി. അതായത് അവർക്ക് നമുക്ക് സ്ക്രീൻ അനുവദിച്ചു കൊടുക്കണം. നമുക്ക് അവരിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല സ്ക്രീൻ, മൊബൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് പെട്ടെന്ന് ഒരിക്കലും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പല രീതിയിലും സമ്മർദ്ദങ്ങളും ഉണ്ടാവും. കുട്ടികൾക്ക് ഒരു വേറെ രീതിയിലൊക്കെ എത്തിപ്പെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ പതുക്കെ പതുക്കെ നമുക്ക് അവർക്ക് അനുവദിക്കുന്ന ടൈം അത് കുറച്ച് നിയന്ത്രിക്കുക. നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം എപ്പോഴും ഫോണ് കൊടുക്കുകയാണെങ്കിൽ. നമ്മളെ എന്താ പറയാ, നമ്മൾ തിരക്ക് പിടിച്ച സമയങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല. അതായത് നമ്മൾ തിരക്ക് പിടിച്ചു പോകുമ്പോ നമ്മളെ തിരക്കുകളിൽ മൈൻഡൊക്കെ ആ ഒരു രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുത്തതോ അല്ലെങ്കിൽ അവർ ടിവിയുടെ മുന്നിലാണെന്നോ നമുക്ക് ഒരിക്കലും നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ എത്ര മിനിറ്റുകളാണ്, ആണ് അവർ അതില് സമയം ചെലവഴിക്കുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്കാക്കാൻ പറ്റൂല. അപ്പൊ നമ്മുടെ ഫ്രീ ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പൊ ആ ടൈമിൽ നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ട് നമുക്ക് സ്ക്രീൻ ടൈം അനുവദിച്ചു കൊടുക്കും. അല്ലാതെ അവർക്ക് ഒരിക്കലും നമ്മൾ കൈ വിട്ട് കൊടുക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ പറഞ്ഞ സമയത്തിൽ തന്നെ തിരിച്ചു തരാനുള്ള ഒരു കാര്യം അവരിൽ നിന്ന് നമുക്ക് ഉണ്ടാകണം. അപ്പൊ അതിന് നമ്മൾ ആദ്യം അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നോക്കുക. ഇനി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കറിയാം നമ്മൾ പിന്നെ കിട്ടൂല എന്നോ കരുതിയിട്ടോ എന്താ അറിയില്ല, കുട്ടികൾ നമുക്ക് തരും. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താല് കുട്ടികൾ എന്തായാലും തരും. ആദ്യമൊക്കെ 2, 3, 4 ദിവസത്തേക്ക് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ നിയന്ത്രിച്ചു കൊണ്ടുവന്നാല് നമ്മുടെ മക്കൾക്ക് തന്നെയാണ് അതിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അവർക്ക് ചെയ്യേണ്ട ഒരു വ്യക്തമായ ഒരു സ്ക്രീൻ സമയം അത് നമ്മൾ ക്രമീകരിച്ചു കൊടുക്കുക. കുട്ടികളുടെ സമയം നമ്മൾ നിയന്ത്രിക്കുന്നില്ല. ആദ്യപടി എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്ക്രീൻ സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ, കുട്ടികളിൽ വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഒരു മാറ്റം കണ്ടു തുടങ്ങാൻ പറ്റും. അതുപോലെ കുട്ടികളുടെ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ
നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അകത്ത് മാത്രം ഇരുത്താതെ കുട്ടികളെ പുറത്തുള്ള കളികളിലേക്ക് അവരുടെ ഒപ്പം നമ്മളും കളിക്കാം. അതേപോലെ പുറത്തേക്കൊക്കെ കൊണ്ടുപോവാം കുട്ടികളെ. ഇനി ചെറിയ കുട്ടികളാണെങ്കിലും 4 വയസ്സുവരെയുള്ള കുട്ടികളാണെങ്കിലും നമ്മൾ അവരൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് അവരുടെ പുറത്ത് പഴയ കളികളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ കളിച്ചിരുന്ന പല കളികളുണ്ട്, നമുക്കറിയാം ആ കളികളൊക്കെ. അതൊക്കെ നമ്മൾ നമ്മളെ കുട്ടികൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. അവരൊപ്പം നമ്മൾ എന്താ ചെയ്യുക, കളിക്കുക. കുറച്ച് മണ്ണ് ആവും, വെള്ളമാവും, എന്താ പറയാ, അഴുക്കാവും, എല്ലാം ആവും. പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യാ, അവരുടെ ഒപ്പം കളിക്കുക. അവരുടെ ഒപ്പം പുറത്ത് കുറച്ചു നേരം സമയം ചെലവഴിക്കുമ്പോ തന്നെ അവർക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാവും. അവർക്ക് തന്നെ അവരെ എന്റർടൈൻമെന്റ് അതൊരു എൻജോയ് ചെയ്ത് തുടങ്ങിയാല് അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആവും. ഫുൾ ടൈം അപ്പൊ അവർക്ക് ഫോൺ വേണമെന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല, ടെൻഡൻസി അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അവരെ കളികളിൽ നമ്മൾ ഏർപ്പെടുക, അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരുക്കി കൊടുക്കുക. അതേപോലെ അവർക്ക് കളിക്കാനുള്ള ഉപകരണങ്ങള്, അതേപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ എന്താ കളറിംഗ് ബുക്സ്, ചെറിയ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കളർ ബുക്സ്. പക്ഷെ കുട്ടികൾ സ്ക്രീനിൽ ഈ ഒരു മൊബൈലിൽ മാത്രം കണ്ടിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് അതിനെ കുറിച്ചൊന്നും, അവർക്ക് കഴിവുകൾ ചിലപ്പോൾ ഉള്ളിലുണ്ടാവും, പക്ഷെ അത് പുറത്തെടുക്കാനുള്ള ഇതൊന്നും അവരിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് കുറച്ച് കളറിങ്ങോ കളർ ബുക്സും കളേഴ്സും അങ്ങനത്തെ എന്താ പറയാ അബാക്കസ് അങ്ങനത്തെ ഇതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് കളറ് കൊടുക്കുക. അവർക്ക് കളേഴ്സിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ സ്ക്രീനിലൊക്കെ ഇപ്പൊ പ്രത്യേക ഒരു കളേഴ്സിനോട് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആയിക്കാരം. അതുകൊണ്ടാണ് അവര് ഫോണിലേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ ചെറിയ കുട്ടികൾക്ക് തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്നത് തന്നെ ഈ ഒരു കളേഴ്സ് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ കളേഴ്സ് ഒക്കെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊപ്പം നമ്മളും ഇരിക്കട്ടോ, കളർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുക. അവർ കൊടുക്കുന്ന ചെറിയതാണെങ്കിലും അതിന് എത്രത്തോളം എങ്ങനെയാണെങ്കിലും നമ്മൾ അതിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക. കുട്ടികൾ അത്ര ചെയ്തു, എന്തൊരു ഭംഗിയാണ് കാണാന്, ഇത് നീ ചെയ്തതാ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു നോക്കാം. ഇത് നിനക്ക് ഇങ്ങനെയൊക്കെ വരക്കാൻ കഴിയുമോ, നീ സ്കൂളിൽ എന്താ അതിന്റെ പ്രോഗ്രാം ഉണ്ടാകുമ്പോ ഇതില് എന്തായാലും പങ്കെടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്, അതായത് 4 വയസ്സായ കുട്ടികൾക്ക് നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിലും ചെറിയ കുട്ടികൾക്ക് ഈ എന്താ പറയാ ബ്രിക്സ് പോലുള്ള കട്ടകൾ പറയില്ലേ, കട്ടകള്, അതേപോലെ കുറെ കളിക്കാനുള്ള ടോയ്സ്, അതൊക്കെ കൊടുന്നു കൊടുക്കുക. അവരതിൽ കളിക്കട്ടെ, അവരുടെ കൂടെ നമ്മളും കളിക്കും. അതേപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. കുട്ടികൾക്ക് ഇടപഴകാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുട്ടികൾ അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ചിലപ്പോൾ പാരന്റ്സിനായിട്ട് ഉണ്ടാവും, അതും ചെറിയ രീതിയിലായിട്ടായിരിക്കും. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ എല്ലാവരുടെ ഇടയിൽ നിന്ന് കളിച്ച് വളരട്ടെ. കരച്ചിലായാലും കളിയായാലും അവരുടെ എല്ലാവരുടെ ഇടയിൽ നിന്നിട്ട് തന്നെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് എത്ര കരച്ചിലായാലും എല്ലാവരുടെ ഇടയിലും അവരെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. അവരോട് സംസാരിപ്പിക്കണം. കുട്ടികളെ നമ്മൾ സംസാരിപ്പിച്ചെങ്കിലേ കുട്ടികൾ ഇങ്ങോട്ട് സംസാരിക്കുള്ളൂ. കുട്ടികളോട് എല്ലാവരും സംസാരിക്കാൻ ഉണ്ടെങ്കിലേ കുട്ടികളും സംസാരിക്കുള്ളൂ. ഇപ്പൊ ആരും ഇല്ലാത്ത വീട്ടില് കുട്ടികൾ നിങ്ങൾക്ക് അറിയില്ല, ഇപ്പൊ വീട്ടില് വേറെ കുട്ടികളോ അല്ലെങ്കിൽ ആരും ഇല്ലാത്ത വീട്ടില് കുട്ടികളുടെ സംസാരം അതേപോലെ തന്നെ എല്ലാവരും ഉള്ള വീട്ടിലെ കുട്ടികളുടെ സംസാരം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും, ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും. ആ കുട്ടികൾക്ക് സംസാരമൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ, വാക്കുകളൊക്കെ തന്നെ വളരെ കുറച്ചായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ എല്ലാവരുടെ ഇടയിലും വളർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ അതിനുള്ള അവസരം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കും. അവര് സംസാരിച്ച് തുടങ്ങണ്ടേ, ഈ ഒരു 4 വയസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എല്ലാ കാര്യങ്ങളും തുടങ്ങുന്ന ഒരു ടൈമാണ് ഈ ഒരു 4 വയസ്സ് വരെ എന്നുള്ളത്. അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമില് അവർക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നത്, സംസാരിച്ചു തുടങ്ങുന്നത്, അതേപോലെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ ഈ ഒരു 4 വയസ്സിന്റെ ഉള്ളിൽ അവർ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവസരങ്ങൾ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ ചെറിയ കുട്ടികളിൽ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്ക്രീനും കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ടാണ് വളർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യവും അവിടെ വരില്ല. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയില്ല. അവർക്ക് ആംഗ്യം കാണിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയാ അഗ്രസീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. അവര് ഫോൺ കണ്ടിട്ടാണ് കഴിക്കുന്നത്. അവർക്ക് ഭക്ഷണം എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് അറിയില്ല. ആ ഭക്ഷണത്തിന് എന്ത് ടേസ്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവണല്ലോ. എന്താ ഈ ഫോണിൽ നോക്കിയിട്ട്
ഏത് നമ്മൾ പച്ചവെള്ളം ആണെങ്കിൽ കൊടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോ കറിയില്ലാതെ അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ലാതെ കൊടുക്കുകയാണെങ്കിലും കുട്ടികൾ എന്ത് ചെയ്യും, അത് അതേപോലെ തന്നെ കഴിക്കും. കുട്ടികൾക്ക് ഭക്ഷണം ടേസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ശേഷിയൊക്കെ ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. ഭക്ഷണം അതേപോലെ വിശപ്പ് ആരെങ്കിലും അത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് കുട്ടികൾക്ക് അറിയാതെ വരും. അപ്പൊ ഈ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ ആദ്യം സാമൂഹികപരമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുത്താൽ ഇതൊക്കെ താനെ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോ തന്നെ ഒരു 2 വയസ്സാകുമ്പോ തന്നെ 2 വയസ്സാവില്ല, അതിന്റെ മുന്നേ ഞങ്ങൾ എന്ത് ചെയ്യും, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്കും ചെറിയൊരു പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇട്ട് കൊടുക്കുക. അവർക്ക് കഴിക്കാൻ കഴിയോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണ്ട. ചിലപ്പോ അവര് തട്ടിത്തെറിപ്പിച്ച് ഇതാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ, ആ ഒരു അവസരങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അവരോടൊപ്പം സംസാരിക്കുക, അവരൊപ്പം ചിരിക്കുക, അവർക്ക് നല്ല പാട്ടുകൾ പാടി കൊടുക്കുക, ചെറിയ കുട്ടികൾക്കൊക്കെ കഥകൾ പറഞ്ഞ് നമ്മൾ ശീലാക്കി കൊടുക്കുക. നമ്മൾ കുറെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് ഈ കഥകൾ കേൾക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ കഥകളൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ അതിലോട്ട് മാറിപ്പോകും. അല്ലാതെ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ സ്ക്രീനാണ് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികള് വെർച്വൽ ഓട്ടിസം മാത്രമായിട്ടല്ല വരുന്നത്, ബ്രെയിൻ ട്യൂമർ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ബ്രെയിൻ ട്യൂമറും അതിൽ കൂടുതൽ ഗുരുതരമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അടുത്തായിട്ട് MES പെരിന്തൽമണ്ണ MES പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 4 വയസ്സായ കുട്ടിക്കാണ് ബ്രെയിൻ ട്യൂമർ വന്നിട്ടുള്ളത്. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താ മൊബൈലിന്റെ ഇതൊക്കെ തന്നെയാണെന്നാ പറഞ്ഞത്. ആ കുട്ടി ചെറുതാകുമ്പോ തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടിയാണെന്നാണ് അതിനമ്മ പറഞ്ഞത്. ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറഞ്ഞത്. അതിന് ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബ്രെയിൻ ട്യൂമർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടീന്റെ കുറച്ചൊരു എന്താ പറയാ തേർഡ് സ്റ്റേജിലൊക്കെ എത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ് അത്. നമുക്ക് തന്നെ കാണുന്നത് അറിയാം, ഒരു 3 വയസ്സായ കുട്ടിക്ക് ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പൊ ഉപയോഗിച്ചിട്ടാവും, അല്ലെങ്കിൽ ആ പ്രഗ്നൻസി ടൈമിൽ ഉപയോഗിച്ചിട്ടാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം അതിനൊക്കെ ഒരു കാരണമാവാം. അപ്പൊ ഇപ്പൊ നമ്മളാള് ഉണ്ടാവുന്ന ഒരു അവസ്ഥകളാണ്. നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പൊ നമ്മൾ കഴിയുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ ഒറ്റയടിക്ക് നമ്മൾ എന്താ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രീൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ അവിടെ നിയന്ത്രണം കൊണ്ടുവരുമ്പോഴും നമ്മൾ ഒരിക്കലും കുട്ടികളെ ഒറ്റയടിക്ക് നിയന്ത്രിക്കാതെ പതുക്കെ പതുക്കെ നിയന്ത്രിച്ചിട്ട് കൊണ്ടുവരും. അതേപോലെ തന്നെ അവര് സംസാരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. അവർ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് എന്താ പറയാ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോഴാണ് കുട്ടികൾക്ക് നമ്മളോടൊപ്പം ഇടപഴകാനും അതേപോലെ തന്നെ അവര് എന്തെങ്കിലും പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മൾ അതിന് കൂടെ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മൊബൈൽ ഫോൺ മാത്രല്ല, അവര് മൊബൈൽ ഫോൺ മാത്രം നമ്മൾ കാട്ടി കൊടുക്കുമ്പോൾ മൊബൈൽ ഫോൺ മാത്രല്ല ജീവിതം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ മാത്രല്ല എന്റർടൈൻമെന്റ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. പല എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് നമ്മളായിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പം ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം എന്താന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ സ്ക്രീൻ അഡിക്ഷൻ പറഞ്ഞു. ഈ അഡിക്ഷൻ കൊണ്ട് വരുന്ന നമുക്ക് ഉണ്ടാകുന്ന എഫക്റ്റുകൾ പറഞ്ഞു. പ്രധാനമായിട്ടുള്ള എഫക്റ്റാണ് സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡറും വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇത് ഹൗ ടു മാനേജ്, ഇത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാന്നുള്ള കാര്യങ്ങളും ഞാൻ ഇപ്പോ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളത് നല്ല രീതിയിൽ ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്നു. ഇനി എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഞാൻ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. അത് അങ്ങനെയല്ല എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഞാൻ തിരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇപ്പൊ പറയാം. സർ, ഫൈസൽ സർ. ഓക്കെ, താങ്ക് യു അഫ്ന. വളരെ സന്തോഷം. ആക്ച്വലി അഫ്ന പനി പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞ് എഴുതിയിട്ടില്ല. ഫസ്റ്റില് ഞാൻ അന്നത്തെ ഒരു അവസ്ഥ കൊണ്ട് മാറ്റി പോസ്റ്റ്പോൺ ചെയ്തു. ഇനി ഇന്ന് എന്തെങ്കിലും വേണ്ടില്ല, അത് അവതരിപ്പിച്ചേ മതിയാവുള്ളൂ എന്നുള്ള ഒരു ഇതിലായിരുന്നു. ഞാൻ എപ്പോഴും ഫോണൊക്കെ എപ്പോഴാണ് എടുത്തത്. ഏറ്റവും ശരിയല്ല, എന്താ പറയാ, ഒരു തലവേദനയും എന്തൊക്കെ പറഞ്ഞെന്ന് ഇപ്പൊ എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞപ്പോ ഓർമ്മയില്ല. അത്ര ഒരു ഇതിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് തലവേദന. എന്തായാലും അതിനിടയിലും ഒരു വെബിനാർ അവതരിപ്പിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിലും അതേപോലെ തന്നെ അത് മനോഹരമായി അവതരിപ്പിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു.
നന്നായിട്ട് തന്നെ ആ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം അഫ്നയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഇവിടെ സംസാരിച്ചത്. എന്തായാലും ഓഡിയൻസിന് ബാബു സാറൊക്കെ ഇവിടെ ഉണ്ട്, എന്താണ് അവരുടെ അഭിപ്രായം എന്നതുകൂടി അറിയാം. സർ, നമസ്കാരം സാർ ആൻഡ് നമസ്കാരം മാഡം. വളരെ വണ്ടർഫുൾ സെക്ഷൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താന്ന് വെച്ചാല് നമ്മളാണ് നമ്മളെ കുട്ടികളെ സ്ക്രീൻ അഡിക്ഷനിലോട്ട് എത്തിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് 2-3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ന്യൂക്ലിയർ ഫാമിലിയാണ്. 2, പാരന്റ്സിന് കുട്ടികളുടെ ശല്യം. കുട്ടികൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, വളരെ പ്രിയപ്പെട്ടതാണ്, നമ്മൾ നോക്കേണ്ടതാണ്. പക്ഷെ ആ സർ, ഹലോ മാഡം, അത് വളരെ കൃത്യമായി ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികളെ പ്രഗ്നൻസി ടൈമിൽ പോലും അവർ ചിലപ്പോൾ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടാവും, 2 പേരും ഒരുമിച്ച് മാത്രം താമസിക്കുന്നവരുണ്ടാവും. അപ്പൊ ഹസ്ബൻഡിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പാരന്റ്സ് ചിലപ്പോൾ അവര് ഉദ്ദേശിച്ച ന്യൂ ജനിലെ അവർക്ക് അവരോട് മിങ്കിളിങ്ങിനുള്ള ബുദ്ധിമുട്ടുകൾ അവർ സ്ക്രീനിലേക്ക്, അതായത് മൊബൈലിലേക്ക് പോകുന്നുണ്ടാവും. അത് ശരിക്കും കുട്ടിയോട് ചെയ്യുന്ന, അതായത് നമുക്ക് പിറക്കാൻ പോകുന്ന കുട്ടിയോട് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു വളരെ തെറ്റായ ഒരു പ്രവണതയാണെന്ന് ഇവിടെ മാഡം സൂചിപ്പിക്കേണ്ടായി. ഇതിക്ക് മുമ്പുള്ള ഒരു ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ആ മാഡം അതിനപ്പുറത്തേക്ക് പറഞ്ഞു. കാരണം നമ്മള് ബ്രൈഡ് ഗ്രൂം രണ്ടും സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടിയെ തീരുമാനിക്കുമ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് സൂചിപ്പിച്ചു. മാഡം അത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം നമ്മൾ കുട്ടിക്ക് ജന്മം കൊടുക്കണം, നമ്മൾക്കൊരു നല്ലൊരു കുട്ടിയെ ജനിപ്പിച്ച് അവരെ നല്ലൊരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് പകരം നമ്മൾ സ്ക്രീൻ ടൈമിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മൊബൈലിലേക്ക്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, എന്താണോ വട്ടവർ ഇറ്റ് ഈസ് അവരുടെ നമ്മളുടെ വീട്ടിലുള്ളത് അല്ലെങ്കിൽ ഓഫീസിലുള്ളത്, അതിന് നമ്മൾ പ്രഗ്നൻസി ടൈമിലും സ്ത്രീ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നിവിടെ ചിത്രീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത് എന്നുള്ളതും സൂചിപ്പിക്കുകയുണ്ടായി. 2 മെയിൻ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇതുപോലെ സ്ക്രീൻ അഡിഷൻ ഡിസോർഡർ ഉണ്ടാവുന്നു, അതോടൊപ്പം തന്നെ ഉണ്ടാവുന്ന അസുഖവും ഒക്കെ സൂചിപ്പിച്ചു. വെർച്വൽ ഓട്ടിസം അല്ലേ? അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന്റെ സൊല്യൂഷനിലേക്ക് പോകാതെ അത്യാവശ്യം എത്ര ടൈമൊക്കെ ഉപയോഗിക്കണം എന്നവരെയൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തിൽ ലിമിറ്റ് ചെയ്യുക. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണം. ഇന്നത്തെ കാലത്ത് കൊറോണ വന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും മൊബൈലിലേക്കും, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എങ്ങനെയൊക്കെ മാറ്റപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ കുട്ടികളാണ്. നമ്മൾ കുട്ടികളെ നമുക്ക് തന്നെ ഒരു ഭാരമായി തീരരുത്, ബുദ്ധിമുട്ടായി തീരരുത്, അഡീഷണലിലോട്ട് പോകരുത് എന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മൾ ഓരോ പാരന്റ്സിനുമാണ് എന്നുള്ളത് വളരെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെ നമുക്ക് നന്നായിട്ട് വളർത്തി നല്ലൊരു സ്റ്റേജിലേക്ക്, നല്ലൊരു ഉത്തമ പൗരൻ, പൗരി എന്നൊക്കെ പറയാം. സ്ത്രീയാകട്ടെ, ആൺകുട്ടിയാകട്ടെ, പെൺകുട്ടിയാകട്ടെ, അത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു പാരന്റ്സിന്റെ ഉത്തരവാദിത്വം ഇവിടെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സംഭവം. എന്താണ് സ്ക്രീൻ ടൈം, എങ്ങനെ സ്ക്രീൻ ടൈം നിയന്ത്രിക്കാം, അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നൊക്കെ വളരെ കൃത്യമായിട്ട്, വ്യക്തമായിട്ട് ഇത് എല്ലാ പാരന്റ്സും, ഇനി പാരന്റ്സ് ആകാത്തവര്, പാരന്റ്സ് ആകാൻ പോകുന്നവര്, കല്യാണം കഴിക്കുന്നവര്, കല്യാണം കഴിച്ചവരെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. അറിയാവുന്ന കാര്യം അന്നന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവം എന്നൊക്കെ പറയാം. അപ്പൊ അതുകൊണ്ട് കൗൺസിലിങ്ങിലൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പെടുത്തിയിട്ടില്ലെങ്കിൽ പെടുത്താനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇനി അതും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ്, അതായത് കോളേജിലൊക്കെ പഠിക്കുന്നവര് പഠിത്തം കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചു വെച്ചാൽ അവർക്ക് നല്ലൊരു ഫാമിലിയെ പിന്നീട് കെട്ടുറപ്പോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ സെക്ഷൻ. താങ്ക് യു സാറാണ് ഇതിന്റെ ഫൗണ്ടേഷൻ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയുള്ളത്. വിവിധ വെറൈറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇതും ഒരു വെറൈറ്റി തന്നെയാണ്, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു ഗോഡ് ആൻഡ് താങ്ക് യു ഫൈസൽ സാർ, മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ബാബു സർ. സന്തോഷം. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഫീഡ്ബാക്ക് പറയാം. ചോദ്യം ചോദിക്കലും അഭിപ്രായം പറയലും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റിയെ യൂസ് ചെയ്യുക. ഏറ്റവും പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നാം പ്രസന്റ് ചെയ്തത്. കാരണം സ്ക്രീൻ അഡിക്ഷൻ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് സാധാരണ പേരൻസ് അറിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും നന്നായിട്ട് സ്വന്തം അനുഭവങ്ങളിലൂടെ തന്നെ, അല്ലെങ്കിൽ സ്വന്തം അനുഭവത്തിലൂടെ എങ്ങനെയാണെന്ന് മാറ്റിയെടുത്തതെന്ന് നമ്മളോട് സംവദിച്ചപ്പോൾ തീർച്ചയായിട്ടും വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. പിന്നെ
പ്രഗ്നൻസി പീരീഡിൽ നാം എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മാം പറഞ്ഞു. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ഇനി പേരൻസ് ആകാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ പേരൻസ് ആയി കഴിഞ്ഞവർക്കും 4 വയസ്സിനുള്ളിൽ തന്നെ ഇവയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് മാനേജ് ചെയ്തില്ലെങ്കിൽ വരാവുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു. വഹാബ് സാർ ചോദിക്കുന്നുണ്ടോ? ഞാൻ ചോദ്യമായിട്ടല്ല, ജസ്റ്റ് എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയാനാണ്. ഞാൻ കുറച്ച് അരമണിക്കൂറായിട്ടാണ് വന്നത്. അപ്പൊ അതിന്റെ റെലവൻറ്റ് ഭാഗമൊക്കെ ആ സമയത്ത് കേട്ടു. സൂചിപ്പിച്ച പോലെ തന്നെ വളരെ എന്താ പറയാ, ഒരുവിധം പാരന്റ്സ് എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ശരിക്കും സ്ക്രീൻ ടൈം എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വീട്ടിലുള്ളത്. അപ്പോ അവർക്കൊക്കെ ഇപ്പൊ ഇതൊരു വിഷയം തന്നെയാണ്. അപ്പോ അതില് ഇവിടെ പിന്നെ മാം പറഞ്ഞ പോലെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതായത് ഡെസ്കോപ്പിലേക്ക് വൈദ്യുതി എന്നുള്ള തന്നെയാണ് അപ്പൊ അതിൽ ചെയ്യാനുള്ളത്. വേറെ ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഏതായാലും വളരെ നല്ല അവസരത്തിനെല്ലാം പറഞ്ഞൊക്കെ പറഞ്ഞു. ഞാൻ വെർച്വൽ ഓഡിറ്റ് എന്നുള്ളത് ജസ്റ്റ് കേൾക്കുമ്പോഴാണ് പറഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായി. ഞാൻ അവസാനം ഞാൻ ഒന്ന് കയറുമ്പോഴാണ് ആ ഒരു പിന്നെ കുട്ടിയുടെ ഒരു ബ്ലോഗറുടെ പറഞ്ഞത്, വെർച്വൽ ഓട്ടിസം. ഓക്കെ, വെൽ ഡൺ. താങ്ക് യു സർ. വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം 4 വയസ്സിനുള്ള വരെയുള്ള കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ ഒരു വെർച്വൽ ഓട്ടിസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇത്തരം സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. ഇപ്പൊ സാധാ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജന്മനാ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമ്മളെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതായത് നാഡീപരമായിട്ടുള്ള തകരാറ് മൂലം ബ്രെയിനിന് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ വെർച്വൽ ഓട്ടിസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സാങ്കല്പികമാണ്, നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു സ്ക്രീനിൽ അധികം ചെലവഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ഈ ഒരു വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമ്മുടെ ന്യൂറോണിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മളെ ന്യൂറോണുകൾക്ക് ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ തലച്ചോറിനെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണിത് ഈ ഒരു വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 4 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോഴാണ് നമ്മളിത് ഈ ഒരു രോഗാവസ്ഥ തിരിച്ചറിയാം. 4 വയസ്സാകുമ്പോഴാണ് ശരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാം. അത്രയൊക്കെയാണ് പറഞ്ഞത്. താങ്ക് യു സർ. സർ പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് സർ, ഈ ഒരു വെക്കേഷൻ ടൈം അതിനടുത്ത് പറയാൻ മറന്നൊരു കാര്യമാണ്. അതായത് ഇപ്പൊ ഒരു വെക്കേഷൻ ടൈമിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ കുട്ടികളെ അടക്കി നിർത്തുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2ഉം 3ഉം കുട്ടികളൊക്കെ ഉള്ള വീടാന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക്, അതായത് ഇപ്പൊ സ്കൂളിലുള്ള ടൈമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പോകും, വൈകുന്നേരം വരുള്ളൂ. ബാക്കിയുള്ള ടൈമിൽ പറഞ്ഞാൽ കുറച്ച് ടൈം ഫോൺ കളിച്ചാൽ പിന്നെ ഉറങ്ങേ പഠിക്കുക എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ 2ഉം 3ഉം കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഒതുക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ പല അമ്മമാരും ഇപ്പൊ TV, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ, അധികം മൊബൈൽ തന്നെയാണ്. മൊബൈൽ കൊടുത്തിട്ട് ഒതുക്കിയിരിക്കും. എന്താ വെച്ചാൽ അവര് അത്ര ഒരു ഭയങ്കര ബഹളായിരിക്കും, അല്ലെങ്കിൽ കളികളാവും, അല്ലെങ്കിൽ പറഞ്ഞതനുസരിക്കില്ല, വാശിയാവും. കുട്ടികൾക്ക് ഫോൺ വേണമെന്ന് കുട്ടികൾ അധികം വീട്ടിലിരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് തോന്നുക. വീട്ടിലിരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഫോൺ വേണം എന്നുള്ള ചിന്ത വരിക. ഫോൺ കാണുമ്പോ ഏതെങ്കിലും സ്ക്രീൻ കാണുമ്പോഴാണ് അവർക്ക് അധികം അതിനോട് ടെൻഡൻസി തോന്നുക. അത് കാണാതെ കഴിയുന്നത് നമ്മൾ സ്ക്രീൻ അതായത് സ്ക്രീൻ ഫ്രീ സോൺ ആക്കിയിട്ട് നമ്മൾ മാറ്റുക. നമ്മുടെ കുട്ടികൾ കിടക്കുന്ന റൂമൊക്കെ നമ്മൾ പ്രത്യേകമായിട്ടും അത് നമ്മൾ സ്ക്രീൻ ഫ്രീ സോൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികൾ കിടക്കുന്ന റൂമിൽ ഒരിക്കലും നമ്മൾ എന്താ പറയുക മൊബൈൽ ഫോണും അല്ലെങ്കിൽ മറ്റു സ്ക്രീനുകളൊന്നും അതിൽ വെക്കാതിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്. അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ ഇവിടെ മാം പറഞ്ഞ പോലെ തന്നെ ഈ വെർച്വൽ ഓട്ടിസം എന്നുള്ളത് ഒരു പുതിയ കീവേഡ് ആണ്, പുതിയ ടേം ആണ്, സൈക്കോളജിക്കലി ഒരു പുതിയ ടേം ആണ്. അപ്പൊ ഇത് എക്സസീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ മാം പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ രൂപപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ബട്ട് ഇത് കുട്ടിക്ക് പ്രശ്നമില്ലാതെ ജനിച്ച ഒരു കുട്ടി പ്രശ്നക്കാരനായി മാറുന്നത് ഈ എക്സസീവ് ആയിട്ടുള്ള പ്രശ്നക്കാരനാക്കണം നമ്മള്. അതെ പ്രശ്നക്കാരനാക്കാണ് നമ്മൾ തന്നെ അതിനെ ആക്കാണ്.
അപ്പൊ ആ രീതിയിലേക്ക് അപ്പോ അവിടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ പോലെ ബിഹേവ് ചെയ്യും. അവർക്ക് സോഷ്യൽ വിത്ഡ്രോവൽ ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാകും, ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഉണ്ടാകും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇതിലൂടെ രൂപപ്പെടുകയാണ്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം 8 മണി ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഇന്നത്തെ സെഷൻ ട്രെയിനേഴ്സ് ടോക്കിന്റെ 21ാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ പരിസമാപ്തി കുറിക്കുന്നത്. സോ അടുത്ത ഒരു ദിവസം അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ട്രെയിനർ നമ്മുടെ മുമ്പിൽ വരും. അപ്പൊ അതുവരെ എല്ലാവരും ട്യൂൺ ചെയ്തിരിക്കുക. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത അഫ്ന മാം, അതേപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാവർക്കും, വിശേഷിച്ച് നമ്മുടെ ബാബു സാർ പോലെയുള്ള സ്ഥിരമായിട്ട് നമ്മുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. Good night. Good night.